ഇതുവരെ കാണാത്ത രീതിയിൽ നമ്മുടെ ഏട്ടത്തി ഇന്ന് എന്തൊക്കെയാ സംസാരിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ടാർഗറ്റ് ഞാനായിരുന്നു. വാട്ട്? അതെ ഏട്ടാ, എന്നെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി വളരെ വലിയ പ്ലാൻ ഇട്ടിരുന്നു. താനെന്താ പറയുന്നേ? ലാവണ്യെക്കുറിച്ച് സംശയം തോന്നിയിട്ട് നിങ്ങളെല്ലാവരും അന്താക്ഷരി കളിക്കുമ്പോ ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോയിരുന്നു. ആവണി, ഇന്ന് ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് നിനക്കുള്ള എക്സിറ്റ് പാസ് കൺഫേംഡ്. നീ കളിച്ച നാടകങ്ങളും ചെയ്ത വഞ്ചനകളും എല്ലാം ഇന്ന് പുറത്തു വരും. ലാവണ്യ അങ്ങനെ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം ഗ്ലാസുകൾ മാറ്റിവെച്ച്. ആ ഗ്ലാസ് എനിക്ക് വരാതെ ഞാൻ നോക്കിയേ. ഭാഗ്യമുള്ളതുകൊണ്ട് ആ ഗ്ലാസ് എനിക്ക് കിട്ടിയില്ല. മൈ ഗോഡ്, വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് അവസാനം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം ആയോ? നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഞാനിതെങ്ങാനും കുടിച്ചിരുന്നെങ്കിൽ സത്യങ്ങൾ പറയേണ്ടി വന്നേനെ. താലി പുറത്ത് കാണിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നേനെ. താങ്ക് ഗോഡ്, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എന്നെ പെടുത്താൻ വേണ്ടിയിട്ട് ലാവണ്യ ഇവിടെ അരുതാത്തത് ചെയ്തെങ്കിലും അവസാനം നിഹാരിക്കയെ കുറിച്ച് എല്ലാം അവള് വിളിച്ചു പറയുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നു ഏട്ടാ. കറക്റ്റ് സമയത്ത് നിഹാരിക കയറി വന്ന് എല്ലാം നാശമാക്കി കളഞ്ഞു. നമ്മളെല്ലാവരെക്കാളും നിഹാരികയ്ക്ക് ഫേവറബിൾ ആയിട്ടാ ഇപ്പൊ സംഭവിച്ചത്. ഒരിക്കലും ഈ വീടിനെയും നിങ്ങളെയും അവള് വിടാൻ പോകുന്നില്ല. ഇടയ്ക്ക് അവള് വരുന്നു പോകുന്നു, എന്തൊക്കെയോ മുടന്ന കാരണങ്ങളും പറയുന്നു. നിഹാരികയുടെ വീട്ടില് എന്തോ സംഭവിക്കുന്നുണ്ട് ഏട്ടാ. ഇന്നലെ വരെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. വികാസ് വന്നപ്പോ തൊട്ട് മറ്റൊരു ടെൻഷനും കൂടെ ആയി. അവൻ എപ്പ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവാത്ത അവസ്ഥയാ. മോളെ, നമസ്കാരം മോളെ. നമസ്കാരം. എന്താ ഇവിടേക്ക്? വിളിച്ചിട്ട് വന്നതാ. ഈ വീട്ടിലെ ചടങ്ങൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ. ഞാനാ വിളിച്ചത്. കേറി വാ പണിക്കരെ, ഇരുന്നോളൂ. നിങ്ങളും അവിടെ ഇരിക്കു ചേച്ചി. ഇതൊക്കെ എന്താടാ? ഇരുന്നോ ചേച്ചി, പറയാം. ഇരിക്കടിയാ. പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇരിക്കാൻ. നല്ല മൂഡിലാ ഉള്ളത്, ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുമായിരുന്നു, ബട്ട് കറക്റ്റ് സമയത്ത് നീ എത്തി. കം, ഇരുന്നോ. എന്താ ഈ നടക്കുന്നതൊക്കെ? ഇതുവരെ ഒന്നും നടന്നില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ ആദ്യം ഒന്ന് ഇരിക്ക്. പണിക്കരെ, പറഞ്ഞോളൂ മോനെ. വരന്റെ പേര് വികാസ്, വധുവിന്റെ പേര് നിഹാരിക. അടുത്ത് വല്ല നല്ല മുഹൂർത്തം ഉണ്ടോന്നൊന്ന് നോക്കിക്കേ. വധു വേറെ ആരുമല്ല, എന്റെ ചേച്ചിയുടെ മോള് തന്നെയാ. കണ്ടോ,
ഇവളാ പെണ്ണ്. കാണാൻ നല്ല ചേർച്ചയില്ലേ? ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറ. ആവട്ടെ മോനെ. എന്തിനാ എഴുന്നേറ്റെ? എഴുന്നേക്ക് പണിക്കരെ. വാട്ട് ഹാപ്പൻഡ്? നിങ്ങളോട് പറഞ്ഞത് കുറിക്കുന്നേ. എന്റെ പാരന്റ്സിനോട് ചോദിച്ചോ? ചോദിക്കുന്ന എന്തിനാ? ഇത് നേരത്തെ തീരുമാനിച്ചതല്ലേ? ഈ കല്യാണത്തിന് എനിക്ക് താല്പര്യമുണ്ടോന്ന് ചോദിച്ചോ? മോളെ നിഹാരിക, നിങ്ങൾ മിണ്ടരുത്. കാര്യങ്ങൾ ഇവിടെ വരെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റില്ല. നശിക്കുന്നത് എന്റെ ജീവിതം. ലുക്ക് വിക്കി, എനിക്ക് നിന്നെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. നീ കളിക്കല്ലേ? എന്റെ കല്യാണക്കാര്യം പറഞ്ഞ് ഞാൻ കളിക്കുന്നത് എന്തിനാ? ഇതെന്താ കുട്ടിക്കളിയാണോ? നീ എന്റെ ഭാര്യയാകുമെന്ന് ചേച്ചിയും അളിയനും പറഞ്ഞതാ. ഞാൻ ദുബായിലേക്ക് പോയത് പോലും നിനക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടാനാ. ഇപ്പൊ നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ ദിസ് ഈസ് ടു മച്ച്. Shut up! ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് ഫൈനൽ. നിനക്ക് എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യം പോലും എനിക്കില്ല. എന്നോടുള്ള ഈ വിയേർഡ് പെരുമാറ്റം, സാരിയുള്ള നിന്റെ ഈ നടത്തം, എന്തോ ഒരു വശപ്പശകൊണ്ട്. നിന്നെ ഞാൻ വിടില്ല, വിടില്ല. അവൻ ദേഷ്യം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്യുമെന്ന അർത്ഥം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതമായിരുന്നു കൈവിട്ട് പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു ശല്യം തീർന്നു കിട്ടുമല്ലോ. നിഹാരിക, മോളെ മോളെ നിഹാരിക, 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 മോളെ നിഹാരിക. നിഹാരിക, മോളെ മോളെ നിഹാരിക, നിക്ക്. നീ പറയുന്നത് കേക്ക്. അവിടെ നിക്ക് ആവശ്യമില്ലാത്ത മോളെ. തീരുമാനം നിക്ക്. എടുക്കല്ലേ? നിഹാരിക, മോളെ അവിടെ മോളെ നിക്ക്. നിഹാരിക, 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 വാല് തുറക്ക് മോളെ. തുറക്ക്. മോളെ കതവ് തുറക്ക്. മോളെ നമുക്ക് മോളെ എല്ലാത്തിനും വാതിൽ പരിഹാരം തുറക്ക്. ഉണ്ടാക്കാം. പാല് തുറക്ക് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് സഹിക്കില്ല. മുഹൂർത്തം നിശ്ചയിച്ചെന്ന് കരുതി വിവാഹം നടക്കോ? നിഹാരിക, മോളെ വാതിൽ വാതിൽ തുറക്ക് മോളെ. തുറക്ക്. ചൊറിച്ചില് തോന്നിയിട്ട് സാരി മാറ്റിയത്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞില്ലേ. ആ സാഡിസ്റ്റ് ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ചേച്ചി, ചേച്ചി, സൗമ്യ സ്കൂളിലേക്ക് പോയതാണോ? പോയിട്ടുണ്ട്. അല്ല, വീട്ടിലെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? ലാവണ്യ നിഹാരികയും എന്നെക്കുറിച്ച് ഓരോന്ന് അറിയാനും പുറത്താക്കാനും നോക്കുന്നത് സാധാരണയല്ലേ? എന്റെ കാര്യം വിട്ടേക്ക്. ചേച്ചി ഇത് എങ്ങോട്ടാ ഇറങ്ങിയത്? സുബ്രഹ്മണ്യേട്ടന്റെ വീട്ടിലേക്കാ. പലിശയ്ക്ക് പണം തരുന്ന ആളുടെ വീട്ടിലേക്കാണോ? ആ അതെ അവനെ. എന്തിനാ? എന്തിനാന്ന് പറ ചേച്ചി. ദിവസ പലിശയ്ക്ക് ഒരു 10,000 രൂപ കടം തരാവോന്ന് ചോദിക്കാനാ.
നിന്റെ അളിയൻ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോകുന്നത്. എന്നെ ഇനി അയാൾ നോക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വീടിന്റെ വാടക ചോദിച്ചിട്ട് ഒരാഴ്ചയായി. ഇടയ്ക്കിടയ്ക്ക് ഓണർ കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാ. എപ്പോഴും ഇങ്ങനെ നിന്നോട് വന്ന് ചോദിക്കാൻ തോന്നുന്നില്ല. നീ എപ്പോഴും എവിടെ നിന്ന് എടുത്തു തരാനാ? ഇതാ ചേച്ചി. വേണ്ട അവനി. വാങ്ങാൻ പറഞ്ഞല്ലേ? എന്റെ അടുത്തൊരു 7,000 ഉണ്ട്. ആദ്യം ചേച്ചി ഇത് പിടിക്ക. ബാക്കിയുള്ള 3,000 ഞാൻ കൊണ്ടുവന്ന് തന്നോളാം. ആവനിക്ക് ജോലിയുമില്ല, കൂലിയുമില്ല. സുജാതയ്ക്ക് പക്ഷേ എത്ര ചോദിച്ചാലും എടുത്ത് കൊടുക്കുന്നുണ്ട്. ശ്രീകറിനെ നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആവതുള്ള അത്രയും കാലം, എനിക്ക് പറ്റുന്ന അത്രയും കാലം നിങ്ങൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. ചോദിക്കാൻ മടി കാണിക്കരുത്, കേട്ടല്ലോ? ചേച്ചി, എനിക്ക് തിരക്കുണ്ട്. ഞാനെന്നാ പോയിക്കോട്ടെ. നീ ചെല്ല്. ഒരു ഫ്രണ്ടാണെന്ന് കരുതി സുജാതയുടെ വീട്ടിലെ ബാധ്യത മുഴുവൻ ആവനി എന്തിനാ ഏറ്റെടുക്കുന്നത്? കൊച്ചിന് ഓപ്പറേഷൻ വന്നപ്പോ 5 ലക്ഷം കൊടുത്തു. 1000 ചെലവിന് കൊടുക്കുന്നത്. സംശയം വേണ്ട, ഇവര് ഫ്രണ്ട്സ് അല്ല. രണ്ടാൾക്കും ഇടയില് എന്തോ അടുത്ത ബന്ധമുണ്ട്. നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി അത് കണ്ടുപിടിക്കണം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമേ അല്ല. നിഹാരിക നിന്റെ പെണ്ണ എന്ന് ചേച്ചിയും അളിയനും കൊച്ചുകുട്ടികളെ ചക്കരമിഠായി കാണിച്ച് കൊതിപ്പിക്കുന്ന പോലെ പറഞ്ഞ് കൊതിപ്പിച്ചതാ എന്നെ. ഞാനും ഒരു പൊട്ടനെ പോലെ അത് വിശ്വസിച്ച് നിന്നതാ. താമസിക്കാൻ നല്ലൊരു വീട് പോലും ഇല്ലാത്തപ്പോ ഞാനാ പൈസ അയച്ചു കൊടുത്തത്. എന്റെ പണം കൊണ്ട് ഡെവലപ്പായി അവസാനം എന്നെ വഞ്ചിക്കാനാ അവര് നോക്കുന്നേ. ഒടുക്കം എന്റെ ചേച്ചി പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് വന്ന ദേഷ്യത്തിന് അവിടെ വെച്ച് ഗണ്ണെടുത്ത് ഞാൻ പൊട്ടിച്ചാനേ. ക്ഷമിച്ചതാ ഞാൻ. സംഭവിച്ച കാര്യങ്ങളൊക്കെ വിട് ബ്രോ. നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് പറ. ചെറുപ്പക്കാരൻ എന്നിട്ട് കൂടെയുള്ളതാ. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എന്തിനും റെഡിയാ. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. സൈലന്റ് ആയിട്ട് നിഹാരികയെ കല്യാണം കഴിച്ച് ദുബായിലേക്ക് പോകാമെന്ന് കരുതിയതാ. ഇപ്പൊ സിറ്റുവേഷൻ ഒന്ന് വയലന്റ് ആയി മാറിയിട്ടുണ്ട്. നിഹാരികയെ ഞാൻ വെറുതെ വിടില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ കെട്ടിയിരിക്കും. രജിസ്റ്റർ മാരേജ് ചെയ്തോളാം. നിങ്ങളൊരു കാര്യം ചെയ്യോ? പറ. മനസ്സിലായല്ലോ? മനസ്സിലായി. അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നോളാം. പൈസ എത്ര വേണമെങ്കിലും അറിയാം. നമ്മൾ പറയുന്നത് കേൾക്കുന്നവരെ കൊണ്ടുപോവാ. ശരി ബ്രോ. നിഹാരിക, സ്കെച്ച് റെഡിയാണ്. നിന്നെ ഇനി വിടുന്ന പ്രശ്നമില്ല. ആവനിയും സുജാതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത്രയും കാലം ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഒന്നും ശരിക്കും വർക്കൗട്ട് ആയില്ല. ഇത്തവണ പക്ഷേ ഒരു വലിയ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. എന്താ അത്? പറയില്ല. ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് തന്നെ പണി കിട്ടും. എനിക്കല്ല, ആവനിക്കാ പണി കിട്ടാൻ പോന്നെ. അപ്പോ ബ്രഹ്മാസ്ത്രം കയ്യിലുണ്ടെന്നർത്ഥം. തിരിച്ചിങ്ങോട്ട് കുത്താഞ്ഞാ മതി. എപ്പോഴും നെഗറ്റീവ് മാത്രം പറയല്ലേ.
എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ തന്നെ കണ്ടോ. വാ. അകത്തേക്ക് വരാവോ അമ്മേ? വാമോളെ. ആരാ മോളെ? നിങ്ങളെല്ലാവരും ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ആളാ. നിങ്ങളുടെ രണ്ടാമത്തെ അനന്തരവള്. സുജാത ചേച്ചിയുടെ അനിയത്തി. കൽപ്പനയാണമ്മേ. ലാവണ്യ തൊടുത്തു വിട്ട അസ്ത്രം ഇതാ. നീ പറയുന്നത് സത്യമാണോ മോളെ? അതെ അമ്മാവാ. ഇപ്പൊ ചേച്ചിയും നിങ്ങളും തമ്മില് വഴക്കുകളൊന്നും ഇല്ലെന്നും നിങ്ങൾ നല്ലപോലെ നോക്കുന്നുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് എന്റെ അമ്മായി അമ്മാവനെ ഒന്ന് കാണാൻ വന്നതാ. ഇത്ര നാളത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ഇപ്പോഴാ ഫലം ഉണ്ടായത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മോളെ. എന്നെ ആശീർവദിക്കൂ അമ്മേ. മോളെ ഇരിക്കെ. ഇവിടെ സുജാതയുടെ അനീതിയല്ല. നിനക്കെങ്ങനെ അറിയാം? സുജാതയുടെ അനിയത്തിയെ നിനക്കറിയാവോ? അറിയുമെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടൊന്ന് നിർത്തി കാണിക്കുക. അല്ലെന്ന് നീ പറയുന്ന എങ്ങനെയാ? എന്താ അതിന് തെളിവ്? സുജാതയുടെ അനിയത്തിയെ ചേട്ടൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? പാവം, ഒരു വിധത്തില് അനന്തരവൾ എത്തിയല്ലോ എന്ന് കരുതി എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോ എന്താളിയാ ഇങ്ങനെ? ഞാൻ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ അവൾ എങ്ങനെയാന്ന് സുജാത ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കഥകളൊന്നും വേണ്ടല്ലോ അളിയാ. ഇവളെന്റെ അനന്തരവളല്ലെങ്കിൽ ഇത്ര ധൈര്യത്തോടെ ഈ വീട്ടിലേക്ക് എങ്ങനെ വരാനാ? നീ ഇരിക്കും മോളെ. നീ വലിയൊരു വീട്ടിലെ മരുമകളായിന്ന് സുജാത പറഞ്ഞിരുന്നു. നിന്റെ ഭർത്താവിനെ കൊണ്ടുവരാൻ ഞാൻ എന്താ മോളെ? അദ്ദേഹം ഇപ്പൊ ക്യാമ്പിലാണ്. വന്നാൽ ഉടനെ കൊണ്ടുവരാം അമ്മാവാ. നീ എവിടെയാ അവനി? ഒന്ന് വേഗം വാ. ഇന്ന് സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. നീ ശരിക്കും ആരാണെന്നുള്ള സത്യം ഇന്ന് എല്ലാവരും അറിയും. ഇത്ര വൈകിയാണെങ്കിലും ഞങ്ങളെ കാണാൻ വന്നല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഇവനാ മൂത്തത്, പേര് രാധാകൃഷ്ണൻ. ഇവൻ. എനിക്ക് എല്ലാരെയും കുറിച്ച് അറിയാം അമ്മാവാ. ചേച്ചി മുമ്പൊരു ഫംഗ്ഷന്റെ ഫോട്ടോയിൽ എല്ലാരെയും കാണിച്ചിട്ടുണ്ട്. അച്ഛാ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താടായി പറയുന്നേ? ഏട്ടാ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം.
വേറെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങൾ? ഇവരെന്തിനായിരിക്കും വിളിക്കുന്നത്? ഹലോ, ഞാനാ. മനസ്സിലായി, പറയൂ. നിന്നോടൊന്ന് സംസാരിക്കണം. ഉടനെ പുറപ്പെട്ട് വീട്ടിലോട്ട് വാ.